മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലേ, ഹോണർ വാച്ചിൻ്റെ ഒരു GS Pro വാച്ചിനെ കുറിച്ച്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ വാച്ച് ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുത്തിയ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ ചാർജിങ് വളരെ നല്ലതാണ്, എനിക്ക് ഫോൺ എടുക്കാനൊക്കെ ഇത് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഞാൻ ഈ ഒരു വാച്ചിൽ ഭയങ്കര സന്തോഷവാനാണ് എന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ അതെ, എനിക്ക് വേറെ ഒരു വാച്ച് കൂടെ അന്ന് ഈ ഒരു ബോക്സിനൊപ്പം വന്നതാണ് കേട്ടോ. ഹോണർ വാച്ച് ES എന്നാണ് ഇതിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനത്തെ കുറച്ച് അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു സാധനം ഇങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഞാൻ ആ വാച്ചിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അതിനേക്കാൾ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒരു വാച്ചാണ് ഇത്. പക്ഷേ നിങ്ങൾ നല്ലൊരു വാച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഹോണർ വാച്ച് GS Pro ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അതെന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഹോണർ വാച്ചിൻ്റെ ESൻ്റെ കുറച്ച് പ്രത്യേകത നോക്കാം. ഈ AMOLED ഡിസ്പ്ലേ ആണ്. പേഴ്സണൽ ഫിറ്റ്നസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, ജിമ്മിൽ പോകുന്ന ആൾക്കാരോ സൈക്കിൾ ഓട്ടുന്ന ആൾക്കാരോ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മസ്റ്റായിട്ടും ഈ ഒരു വാച്ച് ഉപകാരപ്രദമാവും. ഇതിൻ്റെ കുറച്ച് പ്രത്യേകത നോക്കുകയാണെങ്കിൽ 1.64 AMOLED ഡിസ്പ്ലേ, 95 വർക്കൗട്ട് മോഡ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് പറയണത്. ആനിമേറ്റഡ് ഫിറ്റ്നസ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് കൈപൊക്കാനും അല്ലെങ്കിൽ ഇരിക്കാനും കാണിക്കുന്ന ആനിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചർ ഉണ്ടെന്നാണ് പറയണത്. ഫുള്ളി ഹെൽത്ത് മോണിറ്ററിങ് ആയിട്ടുള്ള ഒരു വാച്ചാണ് ഇത്. അതേപോലെ ലോങ് ബാറ്ററിയാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണർ വാച്ച് GS Proയിൽ എനിക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞല്ലോ. ദെൻ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നും കമ്പനി പറയുന്നുണ്ട്. നമുക്കിനി വാച്ച് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഈ കാണുന്നതാണ് നമ്മളുടെ വാച്ച്. എന്തായാലും ഈ ബോക്സിൽ എന്തൊക്കെയാണ് ആക്സറീസ് ഉള്ളത് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ഓക്കെ, ചാർജിങ് കേബിളാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ചാർജിങ് പോർഷൻ ഒരു മാഗ്നറ്റ് സപ്പോർട്ടോട് കൂടിയതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. യെസ്, പെർഫെക്റ്റ്. കണ്ടോ, മാഗ്നറ്റ് സപ്പോർട്ടോട് കൂടിയതാണ്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത ഹോണർ വാച്ച് GS Proയും ഒരു മാഗ്നറ്റ് സപ്പോർട്ടോട് കൂടിയുള്ളതാണ്. ദെൻ ഇതും അതേപോലത്തെ ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സ്ട്രാപ്പ് കൂടി എക്സ്ട്രാ ഇതിൻ്റെ കൂടെ വെക്കാമായിരുന്നു. ഒരു കളർ വേരിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. ഇനി പക്ഷേ ഏതെങ്കിലും ടെക്സ്റ്റോട് കൂടിയിട്ടുള്ളൊരു സ്ട്രാപ്പ് കൂടെ ഹോണർ വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ സെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് രസമല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ. ഇനി അടുത്തത്, ഈ വാച്ചിനെ നമ്മളൊന്ന് ഓൺ ചെയ്യാനായിട്ട് പോകണം. വലിയ ഒരു വെയിറ്റൊന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡയൽ കുറച്ച് വലുതായി പോയോ എന്നൊരു സംശയമില്ലാതില്ല. ഈ ഒരു മോഡൽ കാണുമ്പോൾ മറ്റേതെങ്കിലും ബ്രാൻഡുമായിട്ട് ഇതിനൊരു സാമ്യം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാമല്ലോ വേറെ ഏതെങ്കിലും കമ്പനികൾക്ക് ഇതേ മോഡലുള്ള ബ്രാൻഡുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഒന്ന് മനസ്സിലാക്കാം. ശരി, ഇനി ഞാനൊന്ന് ഓൺ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹോണർ ബ്രാൻഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇതേപോലെയുള്ള ബ്രാൻഡ്, ഹോണറിൻ്റെ ഒരു ബ്രാൻഡാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ആകുള്ളൂ. ഞാനിവിടെ ഇംഗ്ലീഷ് ഒന്ന് സെലക്ട് ചെയ്ത്, യെസ്, ആദ്യം നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട്, നമ്മുടെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുമായിട്ട് ഒന്ന് പെയർ ചെയ്യണം. എന്നാലാണ് അതൊന്ന് പ്രോപ്പറായിട്ട് അതിൻ്റെ മറ്റു മെനു സെറ്റിങ്സിലേക്ക് പോവുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുകയുണ്ടായി, നമുക്കൊന്ന് പെയർ ചെയ്യണം. അതിനായിട്ട് കണക്റ്റ് ഞാനിവിടെ പ്രസ് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ആവുന്നു. യെസ്, പ്രസ് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയർ ആവും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ പെയർ ആയാൽ പോലും കൊണ്ട് ഇതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ബാറ്ററി ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത്, എപ്പോഴും ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സാധാരണ കേസിൽ ഇതിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ അത് ചെയ്യാറില്ല. പക്ഷേ ഫേംവെയർ ഒന്ന് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇനി നമുക്കിതിൻ്റെ മെനു സെറ്റിങ്സിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തായാലും ഈ ഫോൺ ഒന്നിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഹോണർ വാച്ച് GS Pro ആണ് ഇഷ്ടപ്പെട്ടത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാച്ച് ഫേസുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാച്ച് ഫേസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മെനു സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഡിസ്പ്ലേ, അതേപോലെ തന്നെ സ്ട്രെങ്ത്, ഡു നോട്ട് ഡിസ്റ്റർബ്, വർക്കൗട്ട് എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ അകത്ത്
ലഭിക്കുകയും ചെയ്യുന്നതാണ്. സോ എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്മാർട്ട് വാച്ചുകൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് വാട്ട് ഈസ് എ ബെനിഫിറ്റ്, നമുക്ക് എന്ത് ബെനിഫിറ്റാണ് അതിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഇനി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്യാണ്. യെസ്, ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും. അതുതന്നെ അതേപോലെ തന്നെ സ്ട്രെസ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ഫീച്ചർ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും, ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വെരി കാണാൻ ഓൾമോസ്റ്റ് ക്യൂട്ടാണ്. ചില ആളുകൾക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയ്ക്ക് വലിയൊരു, ഞാനധികം വാച്ച് കെട്ടാത്ത ഒരാളാണ്, എന്നാലും ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് ഡയൽ ഉള്ള ഒരു സാധനം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാണുന്ന സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ ഡിഫറെൻറ്റ് സാധനങ്ങളായിരിക്കും ഇഷ്ടമായിട്ട് വരിക. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് വരികയാണെങ്കിൽ ബ്ലാങ്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ഒക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇനി എപ്പോഴും ഒരുപക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ വാച്ചൊരു സ്റ്റാൻഡ് ബൈ മോഡിൽ, അതായത് ഡിസ്പ്ലേ ഡിസേബിൾഡ് ആവും. ആ സമയത്ത് നമുക്ക് വേണ്ട ഒരു വാച്ചിൻ്റെ ഫേസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആ ഒരു ഇൻ്റർഫേസ്, UI ഇൻ്റർഫേസുമായിട്ട് നോക്കുമ്പോൾ ഹോണർ വാച്ച് ESൻ്റെയും ഒരു ഇൻ്റർഫേസ് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോ ഒരു കോള് വരുന്നുണ്ട്. പക്ഷേ കോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, കോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ ടെക്നോളജിക്കൊക്കെ പറയുന്ന പേര് ആക്ച്വലി വെയറബിൾ ടെക്നോളജി എന്നുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തുമായിട്ട് വളരെയധികം കണക്റ്റ് ആയതുകൊണ്ടാണ് വെയറബിൾ ടെക്നോളജി. സോ ഇപ്പോൾ ഇത് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞൊരു വാച്ചിലാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ആക്യുറസി, നമ്മൾ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിറ്റ്നസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ആക്യുറസി ഭയങ്കര ഒരു പെർഫെക്റ്റ് കാര്യമാണ്. ദെൻ നമുക്ക് BP അതേപോലെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനൊക്കെ നമുക്ക് ഈ വാച്ചുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താ പറയുക, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന കേട്ടോ. വീണ്ടും കാണുന്നവരെ ബൈ.